ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഫൈനൽ അക്കൗണ്ട് ഓഫ് ഇൻഷുറൻസ് കമ്പനീസുമായി ബന്ധപ്പെട്ട് രണ്ട് ഷെഡ്യൂൾസിനെ കുറിച്ചാണ്. ഷെഡ്യൂൾ നമ്പർ 1 ആൻഡ് ഷെഡ്യൂൾ നമ്പർ 4. അപ്പോൾ പ്രധാനമായിട്ടും കാൽക്കുലേഷൻ വേണ്ടി വരാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഷെഡ്യൂൾ നമ്പർ 1-ൽ കാണിക്കേണ്ട നെറ്റ് പ്രീമിയം. അപ്പോൾ നെറ്റ് പ്രീമിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാണ് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുക. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 1 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നെറ്റ് പ്രീമിയം എമൗണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഷെഡ്യൂൾ നമ്പർ 4. അത് പ്രിപ്പയർ ചെയ്ത ശേഷം അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടാണ്, ബാലൻസ് എമൗണ്ടാണ്, നെറ്റ് എമൗണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് ആയിട്ട് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന രണ്ട് നെറ്റ് എമൗണ്ട്സ്, ഒന്ന് നെറ്റ് പ്രീമിയം എന്ന് പറയും, വേറൊന്ന് നെറ്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കും. സോ കാൽക്കുലേഷൻ ഓഫ് പ്രീമിയം എങ്ങനെ നമുക്ക് നെറ്റ് പ്രീമിയം കണ്ടുപിടിക്കാം? അപ്പോൾ അത് ഷെഡ്യൂൾ രൂപത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ നമുക്കറിയാം അല്ലേ. ഇത് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 എന്ന് പറയും. ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 1ൻ്റെ പ്രത്യേകത എന്താ? സോ നെറ്റ് പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയമാണ് അതിൻ്റെ ഹെഡിങ് വരിക. ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം ഓർ നെറ്റ് പ്രീമിയം. ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുക. ആ ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പ്രീമിയം എമൗണ്ട്, നെറ്റ് പ്രീമിയം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ യൂഷ്വലി വരാവുന്ന കുറച്ച് ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ. സാധാരണ ഇതിൽ ട്രയൽ ബാലൻസിൽ വരാവുന്ന ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ഒരു കമ്പനി, ഇൻഷുറൻസ് കമ്പനി ആകുമ്പോൾ അല്ലേ, അവരുടെ ഇൻകമാണ്, റവന്യൂ ആണ്, പ്രധാനപ്പെട്ട റവന്യൂ ആണ്, മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ് എന്ത്? പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയം റിസീവ് ചെയ്യും. ഒരു വർഷത്തിൽ കുറേയധികം പ്രീമിയം കിട്ടിയിട്ടുണ്ടാവും. ഈ കിട്ടിയിരിക്കുന്ന പ്രീമിയം മുഴുവൻ ചിലപ്പോൾ ആ വർഷത്തേക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല അല്ലേ. അത് ചിലപ്പോൾ മുൻവശത്തിൽ കിട്ടാനുള്ള കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവാം അല്ലേ. അതുപോലെ തന്നെ തുടർന്നുള്ള വർഷങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവാം. ക്ലിയർ? ചിലപ്പോൾ അതൊക്കെ റെയർ ആയിരിക്കാം. പക്ഷേ എങ്കിലും ചില അവസരത്തിൽ മിക്കവാറും വരുന്നൊരു കാര്യം, പ്രീമിയം കുറച്ച് കിട്ടാനുണ്ടായിരിക്കാം പക്ഷെ കിട്ടിയിട്ടില്ല അല്ലേ. പ്രീമിയം ഈസ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇത് നമ്മൾ എന്ത് പറയും? ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അല്ലേ, കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും, ക്ലോസിംഗ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്. ക്ലോസിംഗ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയും കിട്ടാനുള്ള എമൗണ്ടാണ്, ഈ വർഷത്തേക്കായിട്ട് കിട്ടാനുള്ളത്. കിട്ടിയിട്ടില്ല ബട്ട് കിട്ടാനുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നിരിക്കും, അത് പക്ഷേ ഈ വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രീമിയം എമൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ പ്രീമിയം ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം അല്ലേ. അതുപോലെ ഈ വർഷത്തെ കിട്ടാനുള്ള പ്രീമിയം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ? അതുപോലെ തന്നെ റീ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അല്ലേ. റീ ഇൻഷുറൻസ് എന്താണെന്ന് നേരത്തെ പഠിച്ചു അല്ലേ. റീ ഇൻഷുറൻസ് ഒരു കമ്പനി റീ ഇൻഷുറൻസ് നൽകാം, വേറൊരു കമ്പനിക്ക് നൽകാം. അപ്പോൾ പ്രീമിയം എന്ത് ചെയ്യണം? അടയ്ക്കണം. ക്ലിയർ? അപ്പോൾ റീ ഇൻഷുറൻസ് സീഡർ എന്നാണ് പറയുക. ക്ലിയർ? അതുപോലെ തന്നെ ഒരു കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യും? റീ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അതിനെ റീ ഇൻഷുറൻസ് റിസീവ്ഡ് എന്നാണ് നമ്മൾ പറയുക അല്ലേ, അക്സെപ്റ്റഡ് എന്ന് പറയും. അപ്പോൾ അതിന് പ്രീമിയം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പ്രീമിയത്തെ നമുക്ക് ആഡ് ചെയ്യണം. ക്ലിയർ? കൊടുക്കുന്ന പ്രീമിയത്തിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ ഐറ്റം എന്താണ്? പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. സോ പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ നമ്മൾ ആദ്യമായിട്ട് എടുത്തു. ക്ലിയർ? എമൗണ്ട് കോളം എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റിൽ വേണ്ടത്? പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് കോളം. ക്ലിയർ? ഇപ്പോൾ പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ എടുത്തു. ആഡ്, അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്തു? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ അല്ലേ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിൽ വരുന്ന ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. എന്താ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്? 31 മാർച്ച് 2020 ആണ് നമ്മുടെ ഇയർ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കുന്ന എമൗണ്ട്, അതിനെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. അത് ഇനിയും കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് നമ്മുടെ ഈ റവന്യൂ ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ. പ്രീമിയം തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് തന്നിട്ടുണ്ട് 31/3/2019 തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 1/4/2019 തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അതെന്താണ്? കഴിഞ്ഞ വർഷത്തേക്കുള്ള എമൗണ്ട് ആണ്. പക്ഷേ ഈ വർഷം കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ അത് ഉണ്ടാവും, അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്യണം. ദെൻ അടുത്ത് വരുന്ന ഒരു ഐറ്റം എന്താ? ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അല്ലേ. നമ്മൾ ടേംസ് ഒക്കെ നോക്കുന്ന സമയത്ത് പറഞ്ഞു, there is a possibility that insurance company may declare bonus to policy holders, but it will not be paid in cash. Instead, it will be adjusted with the
പ്രീമിയം. പ്രീമിയം കിട്ടാനുള്ള പ്രീമിയത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ഇങ്ങനെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം തന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമുക്ക് ബോണസ് കൊടുത്തിട്ടുണ്ട്, പ്രീമിയത്തിന് റിഡക്ഷൻ ആയിട്ട് വന്നതാണ്. അപ്പം അല്ലേ, ഇപ്പോൾ പ്രീമിയം കുറഞ്ഞു പോയിട്ടുണ്ടാകും, പക്ഷേ ആ എമൗണ്ട് അല്ലേ ബോണസ് നമുക്ക് ശരിക്കും പ്രീമിയം ആയിട്ട് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ ഇതിനെ പ്രീമിയത്തോടൊപ്പം ആഡ് ചെയ്യണം. ക്ലിയർ? സോ ദെൻ അടുത്തൊരു ഐറ്റമാണ് എന്ത്, റീ ഇൻഷുറൻസസ് അല്ലേ. റീ ഇൻഷുറൻസിൻ്റെ കേസിൽ എന്താണ്, റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ആണ് അല്ലേ. നമുക്ക് റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് എപ്പോഴാണ് കിട്ടുക, വെൻ ദർ ഈസ് എ പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനി റീ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഏതൊക്കെയോ കമ്പനികളിൽ നിന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രീമിയം കിട്ടും, മറ്റുള്ള കമ്പനികളിൽ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടിയിരിക്കുന്ന റീ ഇൻഷുറൻസ് പ്രീമിയം, അതിനാണ് റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് എന്ന് പറയുക. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതുപോലെ തന്നെ റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. എന്താ സീഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്താണ്, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വേറെ ഇൻഷുറൻസ് കമ്പനിക്ക് പാസ് ഓൺ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം, പ്രീമിയം കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടുള്ള പ്രീമിയത്തിന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഇങ്ങനെ ചില ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നു, ചില ഐറ്റംസ് ഒക്കെ ലെസ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രീമിയം എമൗണ്ട് കിട്ടും. ക്ലിയർ? ഇതാണ് നെറ്റ് പ്രീമിയം എമൗണ്ട്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രീമിയം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയറിനോടൊപ്പം ക്ലിയർ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ആഡ് ചെയ്തു, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് വന്നപ്പോൾ ലെസ് ചെയ്തു. ക്ലിയർ? അതുപോലെ തന്നെ റീ ഇൻഷുറൻസ് പ്രീമിയം വന്നപ്പോൾ അല്ലേ, റീ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡിൻ്റെ പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്തു, റീ ഇൻഷുറൻസ് സീഡഡിൻ്റെ പ്രീമിയം ആണെങ്കിൽ എന്ത് ചെയ്തു, ലെസ് ചെയ്തു. ക്ലിയർ? അതുപോലെ തന്നെ ബോണസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനെ ആഡ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രീമിയം ടു ബി ഷോൺ ഇൻ ദി റവന്യൂ അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇപ്പോൾ ആഡ് ചെയ്യുന്നതും ലെസ് ചെയ്യുന്നതും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ഒഴിവാക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ അതിനോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ആദ്യം എടുത്ത് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സബ് ടോട്ടൽ എടുക്കുക, എന്നിട്ട് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ താഴെ എടുക്കുക, എന്നിട്ട് അതിന് ലെസ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേറെ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം, ദാറ്റ് ഈസ് പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആദ്യം എടുത്തു, ദെൻ ആഡ് ചെയ്യാനുള്ള 3 ഐറ്റമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ 3 ഐറ്റം എന്തൊക്കെയാണത്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം, ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം, റീ ഇൻഷുറൻസ് പ്രീമിയം ഓൺ അക്സെപ്റ്റഡ് അല്ലേ, റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ്. അപ്പോൾ ഇത് 3 എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുത്തു. ക്ലിയർ? 3 കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ എടുത്ത് സബ് ടോട്ടൽ എടുക്കുക. ക്ലിയർ? നേരത്തെ ഉള്ളതിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് സബ് ടോട്ടൽ കിട്ടും. ഏതാ സബ് ടോട്ടൽ, പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയറിനോടൊപ്പം ഈ 3 കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫിഗർ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സബ് ടോട്ടൽ കിട്ടും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് എഴുതുക. ഏതൊക്കെയാണ്, ഒന്ന് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ആണ് അല്ലേ, അതുണ്ടെങ്കിൽ അതെടുത്തു. അതുപോലെ തന്നെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഉണ്ടെങ്കിൽ അതെടുത്തു, രണ്ടും കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് എമൗണ്ട് കോളത്തിൽ കാണിച്ചു, എന്നിട്ട് അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രീമിയം കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ പർട്ടിക്കുലേഴ്സ് കോളം ഒരു ഡീറ്റെയിൽസ് ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇന്നർ കോളം കൂടെ വരയ്ക്കണം. ക്ലിയർ? എമൗണ്ട് വർക്കൗട്ട് ചെയ്യണം, ഡീറ്റെയിൽസ് കോളം എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഹെഡിങ് ദെൻ എമൗണ്ട്. ക്ലിയർ? നേരത്തെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചാണെങ്കിൽ 2 കോളം മതി, പർട്ടിക്കുലേഴ്സും എമൗണ്ട്. ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാനുള്ള ഐറ്റം ഒക്കെ ആഡ് ചെയ്യണം, ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് തന്നെ ലെസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു ഇന്നർ കോളം അല്ലെങ്കിൽ അതിന് ഒരു ഡീറ്റെയിൽസ് കോളം കൂടെ കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്കതിനെ ഷെഡ്യൂൾ നമ്പർ 1 പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഈസ് അബൌട്ട് ഷെഡ്യൂൾ നമ്പർ 1. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് നെറ്റ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുക. ഈ എമൗണ്ട് ആണ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ എവിടേക്ക് എടുത്ത് ചെയ്ത റവന്യൂ അക്കൗണ്ടിൽ നെറ്റ് പ്രീമിയം എഴുതി ഷെഡ്യൂൾ നമ്പർ 1 എഴുതി അതിൻ്റെ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ഓക്കെ, റൈറ്റ്. ദെൻ ഇതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഫ്രം ദ ഫോളോയിങ് calculate net premium for the year ended 31/3/2020. Clear? So what are the information given? So direct premium received 5 lakh, premium outstanding 50,000 അല്ലേ, പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് കൊടുത്തിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1/4/2019. അപ്പോൾ എന്തായിരിക്കുന്നത്, സോ ദിസ് എമൗണ്ട് ഈസ്, ഇത് ഓപ്പണിംഗ് ആണ് അല്ലേ, ഇപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് ഓപ്പണിംഗ് ആണെന്ന് അറിയാൻ പറ്റും. ക്ലിയർ? സോ ദിസ് എമൗണ്ട് ഈസ് ഓപ്പണിംഗ്. Okay, then premium outstanding as on 31/3/2020, that is 1 lakh. അപ്പോൾ എന്താണത്, ക്ലോസിംഗ് എമൗണ്ട് ആണ്. സോ ദിസ് ഈസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ക്ലിയർ? റീ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് അല്ലേ, കൊടുത്തതാണ്. അപ്പോൾ എന്താണത്, റീ ഇൻഷുറൻസ് സീഡറിൻ്റെ പ്രീമിയം ആണ്. ക്ലിയർ? അപ്പോൾ ലെസ് ചെയ്യാനുള്ള റേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്, റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ആണ്, അപ്പോൾ അക്സെപ്റ്റഡിൻ്റെ പ്രീമിയം ആണ്. ക്ലിയർ?
then bonus and reduction of premium 15,000. Clear? So it is given. ഇതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം കിട്ടുകയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ട്രയൽ ബാലൻസിലുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രീമിയത്തിനോടൊപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? നോട്ട് ചെയ്ത് വെച്ചാൽ അല്ലേ? ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് എന്ത് ചെയ്യണം? ഇത് ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്, അപ്പോൾ ലെസ് ഇട്ടു. അടുത്ത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്, അപ്പോൾ പ്ലസ് ഇട്ട് വയ്ക്കുക. ക്ലിയർ? അതുപോലെ തന്നെ അടുത്ത് എന്താണ്? പെയ്ഡ് ആണ്, അപ്പോൾ ലെസ് ചെയ്യണം, അപ്പോൾ ലെസ്സിൻ്റെ സൈൻ ഇട്ട് വയ്ക്കുക. ദെൻ ഇതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, അപ്പോൾ പ്ലസ് ഇടുക. ഇതും ആഡ് ചെയ്യണം, പ്ലസ് ഇടുക. ക്ലിയർ? ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ആദ്യം മാർക്ക് ചെയ്ത് വെച്ച ശേഷം അതിനെന്ത് ചെയ്യുന്നു? ഷെഡ്യൂളാക്കി പ്രിപ്പയർ ചെയ്യും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ എടുത്ത് നോക്കാം എങ്ങനെയായിരിക്കും ഷെഡ്യൂൾ വരിക. ക്ലിയർ? സോ ഷെഡ്യൂൾ നമ്പർ 1 നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് കിട്ടുക? നോക്കൂ. പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 5 lakh അല്ലേ? ദെൻ ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം 1 lakh റുപ്പിയാണ് തന്നിട്ടുണ്ട്, ആഡ് ആയിട്ട് എടുത്തു. ക്ലിയർ? ദെൻ ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് 50,000. അപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ട ഐറ്റം ആയതുകൊണ്ട് എന്ത് ചെയ്തു? ബ്രാക്കറ്റിൽ എമൗണ്ട് ആണ്, അല്ല മൈനസ് ഇട്ടിട്ടും കാണിക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കാണിക്കാം. ക്ലിയർ? കുറച്ചുകൂടെ ബ്രാക്കറ്റിൽ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ദെൻ ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യേണ്ട റേറ്റ് ആണ്, അപ്പം എന്ത് ചെയ്തു? 15,000 തന്നെ കൊടുത്തു. ദെൻ ആഡ് റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് കിട്ടിയിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ കൊടുത്തു. ക്ലിയർ? 40,000 rupees. ദെൻ റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് അല്ലേ? അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ട റേറ്റ് ആണ്, അപ്പോൾ അതെന്ത് ചെയ്തു? ബ്രാക്കറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതിന് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? സോ നെറ്റ് പ്രീമിയം ടു ബി ഷോൺ ഇൻ ദ റവന്യൂ അക്കൗണ്ട് ഈസ് 5,85,000. Here 5 lakh plus 1 lakh plus 15,000 plus 40,000 minus 50,000 minus 20,000. Clear? So this is how it is calculated. ഇനി ഇങ്ങനെ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? അഡീഷൻസ് മൊത്തത്തിൽ ആദ്യം ആഡ് ചെയ്യുക, സബ് ടോട്ടൽ എടുക്കുക, അതിനുശേഷം പിന്നീട് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് എടുത്ത് സബ് ടോട്ടൽ എടുക്കുക. ക്ലിയർ? ലെസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? അതുപോലെ നമ്മൾ പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ എടുത്തു, ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് 3 അത് നമ്മൾ 3 എടുത്ത് അല്ലേ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എടുത്തു, ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം എടുത്തു, അതുപോലെ തന്നെ റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് എടുത്തു, 3 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 1 lakh plus 15,000 plus 40,000. ക്ലിയർ? സോ 1,50,000 55,000 നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തിട്ട് എമൗണ്ട് കുളത്തിൽ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സബ് ടോട്ടൽ എടുക്കുന്നു. സോ സബ് ടോട്ടൽ വരുമ്പോൾ എന്താണ് വരിക? 5 lakh plus 1,55,000 that is equal to 6,55,000 ടോട്ടൽ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ലെസ് ചെയ്യാനുള്ള ഐറ്റം എടുക്കുന്നു. എന്തൊക്കെയാണ് ലെസ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റീ ഇൻഷുറൻസ് പെയ്ഡ് ഉണ്ട്. ഇപ്പോൾ രണ്ടും എടുത്തു, ആഡ് ചെയ്തു, അപ്പോൾ എത്ര കിട്ടി? 70,000 rupees കിട്ടി. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 5,85,000 കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ ഏതാണോ കൺവീനിയൻസ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ? സോ ദിസ് ഈസ് അബൌട്ട് പ്രീമിയം. ക്ലിയർ? ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടാമതായിട്ട് നോക്കാനുള്ള വേറൊരു ഐറ്റമാണ് എന്ത്? ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇവിടെ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡേഴ്സിന് ബെനിഫിറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് നൽകുക? എന്താണ് നൽകുക? ക്ലെയിം കൊടുക്കും അല്ലേ? പോളിസി സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും, ആനുവിറ്റീസ് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കും. ക്ലിയർ? അതുകൊണ്ട് ഇവിടെ സാധാരണ ഇതിൽ ക്ലെയിം ആണ് വരുന്നത്. ക്ലിയർ? ഇങ്ങനെ ഈ ക്ലെയിമിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും, ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും അല്ലേ? കൊടുക്കാൻ ബാക്കി ഉണ്ടാവും, കൊടുത്തിട്ടുണ്ടാവില്ല. ക്ലിയർ? അതുപോലെ കഴിഞ്ഞ വർഷം കൊടുക്കാൻ ബാക്കിയുള്ളത് ഈ വർഷം കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? ഇങ്ങനെ വരുമ്പോൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും. ഇത് രണ്ടിനും എന്ത് ചെയ്യണം? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് റീ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ അല്ലെങ്കിൽ റീ ഇൻഷുറൻസിൻ്റെ ഫലമായിട്ട് വരുന്ന ക്ലെയിമുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ റീ ഇൻഷുറൻസിൻ്റെ ക്ലെയിം നമുക്ക് റീ ഇൻഷുറൻസിൻ്റെ ക്ലെയിമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവാം, റീ ഇൻഷുറൻസിൻ്റെ ക്ലെയിമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കിട്ടാനുണ്ടാവാം, കൊടുക്കാനുണ്ടാവാം. ഇങ്ങനെ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും അല്ലെങ്കിൽ കൊടുത്തതും കിട്ടിയതിനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ ടോട്ടൽ ബെനിഫിറ്റ്സ് ആയിട്ട് എടുക്കുക. ക്ലിയർ? അപ്പോൾ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചെലവ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ക്ലെയിം. ക്ലിയർ? ക്ലെയിം ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ഐറ്റം. ക്ലിയർ? അതുകൊണ്ട് ഈ ക്ലെയിം എന്തെല്ലാമാണ് ക്ലെയിമായിട്ട് വരിക എന്ന് നോക്കണം. ക്ലിയർ? സോ ക്ലെയിം പ്രധാനമായിട്ടും
അതിൽ വരാവുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഒന്ന് ക്ലെയിം ഓൺ മെച്യൂരിറ്റി. ക്ലിയർ? ഒരു പോളിസിയുടെ മെച്യൂരിറ്റി ആവുകയാണെങ്കിൽ വരാവുന്ന ക്ലെയിം. ക്ലിയർ? ഇപ്പോൾ 5 വർഷത്തേക്ക് എടുത്ത ഒരു പോളിസി 5 വർഷം കഴിയുമ്പോൾ മെച്യൂരിറ്റി ആയി, അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണം. അപ്പോൾ അതിനെ നമ്മൾ ക്ലെയിം ഓൺ മെച്യൂരിറ്റി എന്ന് പറയാം. ചില സമയത്ത് പോളിസി എടുത്തു കുറച്ച് സമയം കഴിയുമ്പോൾ ആൾ മരിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അഗെയിൻ പോളിസിയുടെ ക്ലെയിം കൊടുക്കണം. അതുകൊണ്ട് ക്ലെയിം ഓൺ ഡെത്ത്. ക്ലിയർ? അതുപോലെ തന്നെ ആനുവിറ്റീസ്, ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി പെൻഷൻ ഫണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ആനുവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആനുവിറ്റീസ് എന്താണ്? ഒരു തരത്തിലുള്ള ക്ലെയിമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ ആനുവിറ്റീസ് ക്ലെയിമിൻ്റെ കൂട്ടത്തിൽ കാണിക്കണം. അതുപോലെ സറണ്ടേഴ്സ്, അല്ലേ? ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള പോളിസി ഹോൾഡർ കുറച്ച് വർഷം പ്രീമിയം അടച്ച ശേഷം അതിനെന്ത് ചെയ്തു? ഇൻഷുറൻസ് കമ്പനിക്ക് തിരിച്ചു നൽകി. അപ്പോൾ അതെന്താ? ഇറ്റ് ഈസ് അഗെയിൻ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്. അതുകൊണ്ട് സറണ്ടേഴ്സ് ഉണ്ടെങ്കിൽ സറണ്ടേഴ്സ് എന്ത് ചെയ്യണം? എടുക്കണം. ക്ലിയർ? അപ്പം ഇങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ക്ലെയിം ആയിട്ട് നമ്മൾ എടുക്കുക. സോ ടോട്ടൽ ക്ലെയിം ക്ലെയിം ഹിയർ മീൻസ് ക്ലെയിം ഓൺ മെച്യൂരിറ്റി, ക്ലെയിം ബൈ ഡെത്ത്, ക്ലെയിം ബൈ മെച്യൂരിറ്റി, ദെൻ ക്ലെയിം ആസ് എ റിസൾട്ട് ഓഫ് ആനുവിറ്റീസ് ആൻഡ് ക്ലെയിം ആസ് എ റിസൾട്ട് ഓഫ് സറണ്ടേഴ്സ്. ക്ലിയർ? ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ക്ലെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലെയിമിൻ്റെ ടോട്ടൽ എമൗണ്ട്, ഈ എമൗണ്ടിൽ നിന്ന് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ? അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിയർ? സോ എന്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? സോ നമ്മൾ ഇതേവരെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ക്ലിയർ, കാൽക്കുലേഷൻ ഓഫ് ബെനിഫിറ്റ്സ് പെയ്ഡ് നെറ്റ് ഷെഡ്യൂൾ നമ്പർ 4 നമ്മൾ എഴുതുകയാണെങ്കിൽ, അല്ലേ, ഇതിനെ പറയുന്നത് ക്ലെയിമാണ് നമ്മൾ എടുക്കുന്നെങ്കിലും അതിനെ പറയുന്ന പേരെന്താ? ഹെഡിങ് ബെനിഫിറ്റ്സ് പെയ്ഡ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ അതിൽ ആദ്യം എന്ത് എടുക്കും? ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം കൊടുത്തിരിക്കുന്ന ക്ലെയിം എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എമൗണ്ട് കുളത്തിലെടുത്ത് എഴുതി. ക്ലിയർ? ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തു? അതിനെ ആഡ് ചെയ്തു. ഓക്കെ. ദെൻ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് വരികയാണെങ്കിൽ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ക്ലിയർ? സോ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യണം. ക്ലിയർ? ദെൻ ആഡ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം. ഇപ്പോൾ വേറൊരു ഐറ്റമാണ് ഇവിടെ വരുന്ന വേറൊരു ഐറ്റമാണ് എന്ത്? എക്സ്പെൻസസ് റിലേറ്റഡ് ടു സെറ്റിൽമെൻറ്റ് ഓഫ് എ ക്ലെയിം. ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് എക്സ്പെൻസ് ചിലവാകും ചിലപ്പോൾ, അല്ലേ? ഈ ചിലവെല്ലാം എന്തായിട്ട് തന്നെയാണ് എടുക്കുക? ബെനിഫിറ്റ്സ് പെയ്ഡ് അല്ലെങ്കിൽ ക്ലെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എടുക്കുക. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ലീഗൽ ചാർജ് കൊടുക്കേണ്ടി വന്നു, മെഡിക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ എക്സ്പെൻസസ് കൊടുക്കേണ്ടി വന്നു, സർവേ ചെയ്യേണ്ടതിന് ഫലമായിട്ട് സർവേ ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എക്സ്പെൻസസ് വരികയാണെങ്കിൽ, ഇത്തരം എക്സ്പെൻസ് ക്ലെയിം റിലേറ്റഡ് ആണെങ്കിൽ, ക്ലെയിമിൻ്റെ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് അവിടെ എടുക്കില്ല. ക്ലിയർ? പകരം എന്ത് ചെയ്യും? ഷെഡ്യൂൾ നമ്പർ 4 ആണ് എടുക്കുക. ക്ലിയർ? ക്ലെയിമിനോടൊപ്പമാണ് എടുക്കുക. അപ്പോൾ അതുണ്ടെങ്കിൽ, അങ്ങനെ ഒരു എക്സ്പെൻസ് ഓൺ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം ഉണ്ടെങ്കിൽ അത് എടുക്കണം. ദെൻ റീ ഇൻഷുറൻസസ് ക്ലെയിം, അതുപോലെ തന്നെ ഇവിടെയും റീ ഇൻഷുറൻസ് വരാം, അല്ലേ? റീ ഇൻഷുറൻസ് ചെയ്യുന്ന ക്ലെയിം വരാം. അപ്പോൾ അങ്ങനെ റീ ഇൻഷുറൻസ് ക്ലെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, അല്ലേ? നമ്മൾ കൊടുത്തിട്ടുള്ള റീ ഇൻഷുറൻസ് ക്ലെയിം ആയിരിക്കും വേറെ കമ്പനികൾക്ക് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയതാണ്, അല്ലേ? ബെനിഫിറ്റ്സ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ റീ ഇൻഷുറൻസ് ക്ലെയിം പെയ്ഡ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, ക്ലെയിമിനോടൊപ്പം ആഡ് ചെയ്യണം, അല്ലേ? ഈ റീ ഇൻഷുറൻസ് ക്ലെയിം പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലെയിം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്നുള്ള ക്ലെയിമിനെ നമ്മൾ എടുക്കുക. ക്ലിയർ? ദെൻ അടുത്ത് എന്താണ്? ദാറ്റ് ഈസ് ലെസ് റീ ഇൻഷുറൻസ് ക്ലെയിം ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. ക്ലിയർ? ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ പ്രീമിയം എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് കറക്റ്റ് ചെയ്ത് വായിക്കുക. ക്ലിയർ? സോ ഇറ്റ് ഈസ് നോട്ട് പ്രീമിയം ബട്ട് ഇറ്റ് ഈസ് ക്ലെയിം. ക്ലിയർ? ക്ലെയിം ഓൺ പ്രീമിയം റീഇൻഷുറൻസ് സീഡഡ്, ക്ലെയിം ഓൺ റീഇൻഷുറൻസ് സീഡഡ്. ക്ലിയർ? സോ റീഇൻഷുറൻസ് റിക്കവേർഡ് അല്ലെങ്കിൽ റിസീവ്ഡ്, റീഇൻഷുറൻസ് റിക്കവറബിൾ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെ കിട്ടാനുണ്ടെന്നോ റീഇൻഷുറൻസ് കിട്ടിയെന്നോ കിട്ടാനുണ്ടെന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിക്കവറി ചെയ്യാൻ സാധ്യമാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? റീഇൻഷുറൻസ് സീഡഡ് ആണ്, അല്ലേ? നമ്മൾ മറ്റുള്ള ഏതോ കമ്പനിക്ക് റീഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്, അവരിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം, നമ്മുടെ ക്ലെയിമിൽ നിന്ന് ലെസ് ചെയ്യണം. ക്ലിയർ? അപ്പം ഇങ്ങനെ ക്ലെയിമിൻ്റെ എമൗണ്ട് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ്? എന്ന് പറയുന്നത് ഒന്ന് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, എക്സ്പെൻസസ് റിലേറ്റഡ് ടു സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ക്ലിയർ? പിന്നെന്താണ്? റീഇൻഷുറൻസ്, അല്ലേ, ക്ലെയിം പെയ്ഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ക്ലിയർ? അതുപോലെ തന്നെ ലെസ് ചെയ്യേണ്ട ഐറ്റം എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ഉണ്ടെങ്കിൽ അതിന് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ റീഇൻഷുറൻസ് ക്ലെയിം റിക്കവറബിൾ അല്ലെങ്കിൽ റിസീവബിൾ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ക്ലിയർ? ഓക്കെ. ഇപ്പോൾ ഈ രീതിയിൽ വേണം
നമ്മൾ ക്ലെയിമിൻ്റെ കേസസ് എടുക്കുക. ഇതിൻ്റെ നെറ്റ് റിസൾട്ടിങ് ഫിഗർ നമ്മൾ എന്താ പറയുക, നെറ്റ് ക്ലെയിം ടു ബി ഷോൺ ഇൻ ദി റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ട നെറ്റ് ക്ലെയിം എമൗണ്ട് നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ക്ലെയിമിനെ സംബന്ധിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതും ഏതുപോലെ തന്നെയാണ്, നമ്മുടെ പ്രീമിയത്തിൻ്റെ കൽക്കുലേഷൻ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിന് ആഡ് ചെയ്യാനുള്ള ഐറ്റവും ലെസ് ചെയ്യാനുള്ള ഐറ്റവും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ, വേറെ രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എടുക്കാം? നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആദ്യം നമ്മൾ എടുത്തു. ക്ലിയർ? അപ്പോൾ ഇവിടെ 3 കോളം കൊടുക്കണം അല്ലേ? പർട്ടിക്കുലേഴ്സ് കോളം, ഡീറ്റെയിൽസ് കോളം, എമൗണ്ട് കോളം. ക്ലിയർ? ഓക്കെ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ക്ലെയിം ആദ്യം എടുത്തു, പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എടുത്തു. ദെൻ ആഡ് ചെയ്യാനുള്ള 3 ഐറ്റം നമ്മൾ ഇവിടെ എടുക്കുന്നു അല്ലേ? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തു. ദെൻ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ക്ലെയിം ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്തു. ക്ലിയർ? അതുപോലെ തന്നെ റീഇൻഷുറൻസ് ക്ലെയിം പെയ്ഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തു. അപ്പോൾ 3 കൂടെ ആഡ് ചെയ്യുക, ടോട്ടൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, എമൗണ്ട് കോളത്തിൽ കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ക്ലെയിം പെയ്ഡിനോടൊപ്പം ഇതുകൂടെ ആഡ് ചെയ്തിട്ട് സബ് ടോട്ടൽ എടുക്കുക. ക്ലിയർ? സബ് ടോട്ടലിന് ശേഷം എന്താണ്, ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് എടുക്കുന്നു. അപ്പോൾ ലെസ് ചെയ്യാനുള്ള 2 ഐറ്റം ആണുള്ളത് അല്ലേ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ഉണ്ട്, അതുപോലെ തന്നെ റീഇൻഷുറൻസ് ക്ലെയിം റിക്കവറബിൾ അല്ലെങ്കിൽ റിസീവബിൾ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് ലെസ് ചെയ്യുക. ഏന്ന് ലെസ് ചെയ്യുക, നേരത്തെ ഉള്ള എമൗണ്ട് ലെസ് ചെയ്യുക. അങ്ങനെ ലെസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അഗെയിൻ നെറ്റ് ക്ലെയിം ടു ബി ഷോൺ ഇൻ ദ റവന്യൂ അക്കൗണ്ട് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ അഡീഷനും ഡിലീഷനും അല്ലെങ്കിൽ ലെസ്സും നമ്മൾ മറ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലെയിമിൻ്റെ കേസിൽ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 4 എന്താണ്, ബെനിഫിറ്റ്സ് പെയ്ഡ് നെറ്റാണ്. ക്ലിയർ? അപ്പോൾ നെറ്റ് എമൗണ്ട് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം അല്ലേ? സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 അല്ലേ? ഇതിൽ നോക്കൂ, ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് net claim to be shown in the revenue account for the year ended on 31/3/2020. Clear? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം. ക്ലിയർ? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 8 lakh rupees. ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് എത്രയാണ്, ഓൺ 31/3/2020, ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് 70,000. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സാമിനേഷനോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കൊടുത്തത്, ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്, അല്ലെങ്കിൽ ക്ലെയിംസ് നോട്ട് അഡ്മിറ്റഡ്. ക്ലിയർ? അല്ലെങ്കിൽ ബട്ട് അത് കൊടുക്കാനുണ്ട്. ക്ലിയർ? അങ്ങനെയുള്ള കേസസ് ഒക്കെ കൊടുക്കാനുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണെന്നുള്ള രീതി നമ്മൾ എടുക്കണം. ക്ലിയർ? ഓൾ ദീസ് നീഡ്സ് ടു ബി ടേക്കൺ ആസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ. ഒരു ക്ലെയിം കിട്ടിയ ഉടനെ ഇൻഷുറൻസ് കമ്പനി അതിനെ കൊടുക്കില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, അതിനെ എക്സാമിൻ ചെയ്യും അല്ലേ? ക്ലെയിം ആപ്ലിക്കേഷൻ ക്ലെയിംസ് റിസീവ് ബട്ട് നോട്ട് അക്സെപ്റ്റഡ് ഉണ്ടാവും, ക്ലെയിംസ് റിസീവ് ആൻഡ് അക്സെപ്റ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ക്ലിയർ? സാധാരണ രീതിയിൽ ക്ലെയിംസ് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് റിജക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അവരെ ഇൻറ്റിമേറ്റ് ചെയ്യും. അതർവൈസ് ബാക്കിയുള്ള ക്ലെയിംസ് ഒക്കെ എന്തായിട്ട് എടുക്കണം, അതിനെ കൊടുക്കാനുള്ള രീതിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തന്നെ എടുക്കണം. ക്ലിയർ? സോ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ വരാവുന്ന ഒരു ഐറ്റമാണ് 70,000, 70,000 രൂപ. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2020 അല്ലേ? ക്ലോസിംഗ്, ഇത് എന്താണ്, ക്ലോസിംഗ് ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ക്ലോസിംഗ് ഡേറ്റിൽ 30,000 രൂപ കൂടെ എക്സ്ട്രാ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ 70,000 രൂപ ഒരു ഹെഡിലും അതുപോലെ തന്നെ 30,000 രൂപ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും എന്ത് തന്നെയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ക്ലിയർ? സോ ബോത്ത് ആർ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ എമൗണ്ടും രണ്ടും എന്ത് തന്നെയാണ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് 1 lakh rupees എന്ത് ചെയ്താൽ മതി, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണിച്ചാൽ മതിയാവും. ക്ലിയർ? റൈറ്റ്. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2019 ആണ് അല്ലേ? ഇവിടെ ഡേറ്റ് നോക്കണം, ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. 31/3/2019 പറയുന്നത് പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ ഇതെന്താണ്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത് ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. നേരത്തെ നോക്കിയത് എന്താ, ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് നമ്മൾ നോക്കിയത് അല്ലേ? ഇത് ആഡ് ചെയ്യണം, ഇതും ആഡ് ചെയ്യണം. ക്ലിയർ? അത് രണ്ടും കൊടുക്കാനുള്ളത്, അപ്പോൾ അതുകൊണ്ട് ആഡ് ചെയ്യണം. ഇത് ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. ക്ലിയർ? അടുത്തത് എന്താണ്, റീഇൻഷുറൻസ് ക്ലെയിം പെയ്ഡ്, ക്ലെയിംസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് അല്ലേ? ഇപ്പോൾ റിക്കവറി ചെയ്യാനുള്ള സാധ്യതയുണ്ട് 40,000 രൂപ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ക്ലെയിം നമുക്ക് കുറേ എമൗണ്ട് കൊടുക്കാനുണ്ട്, പക്ഷേ ഈ എമൗണ്ട് നമുക്ക് കിട്ടുമ്പോഴോ നമ്മുടെ ക്ലെയിം കൊടുക്കാനുള്ള എമൗണ്ട് കുറയാണ് ചെയ്യുക. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് കിട്ടാനുള്ള അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള റീഇൻഷുറൻസിൻ്റെ ക്ലെയിം നമ്മൾ ലെസ് ചെയ്യുന്നത്, കാരണം ആകെ കൊടുക്കാനുള്ള എമൗണ്ട് നമുക്ക് അത്രയും കുറച്ച് കൊടുത്താൽ മതിയാവും അല്ലേ? അപ്പോൾ ആ കുറയുന്നത് കൊണ്ട് നമ്മൾ ക്ലെയിമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലേ? അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. റീഇൻഷുറൻസ് ക്ലെയിം പെയ്ഡ് അല്ലേ? റീഇൻഷുറൻസ് ക്ലെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കൊടുത്തത് നമുക്ക് എന്താ ചിലവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ ക്ലെയിമിനോടൊപ്പം ആഡ് ചെയ്യണം. ക്ലിയർ? ലീഗൽ എക്സ്പെൻസസ് ഓൺ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം 10,000 rupees.
10,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? എഗെയിൻ ക്ലെയിമിന് വേണ്ടി ചിലവായതാണ്, എക്സ്ട്രാ ചിലവായതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്ലെയിമിൻ്റെ എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ആഡ് ചെയ്യേണ്ട ഐറ്റവും ലെസ് ചെയ്യേണ്ട ഐറ്റം. ക്ലിയർ? ഇപ്പോൾ എന്തൊക്കെയാണ്? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അനദർ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് വീണ്ടും ആഡ് ചെയ്തു. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്തു. ക്ലിയർ? റീഇൻഷുറൻസസിൻ്റെ ക്ലെയിം നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റുന്നതിന് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. റീഇൻഷുറൻസ് ക്ലെയിം പെയ്ഡിനെ ആഡ് ചെയ്തു. ലീഗൽ എക്സ്പെൻസസ് ഓൺ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം ആഡ് ചെയ്തു. ക്ലിയർ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ ഷെഡ്യൂൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് നോക്കുക. എന്താണ് അടുത്തത്? ദാറ്റ് ഈസ് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുക. ക്ലിയർ? കാൽക്കുലേഷൻ ഓഫ് ബെനിഫിറ്റ്സ് പെയ്ഡ് നെറ്റ്സ്. ക്ലിയർ? ഷെഡ്യൂൾ നമ്പർ 4. ഓക്കെ, ആദ്യം നമ്മൾ ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 8 lakh റുപ്പീ തന്നിരിക്കുന്ന അങ്ങനെ എടുത്തു. ദെൻ ആഡ് ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ, 70,000 പ്ലസ് 30,000 രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 1 lakh റുപ്പീ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വീണ്ടും എഴുതാം കേട്ടോ. ക്ലെയിംസ് റിസീവ്ഡ് ബട്ട് നോട്ട് ക്ലിയർ ബട്ട് നോട്ട് പെയ്ഡ് എന്നുള്ള രീതിയിൽ ആദ്യം കാണിക്കുക, പിന്നെ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് വെച്ച് കാണിക്കുക. രണ്ടും വേറെ കാണിക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കാണിക്കുക. ക്ലിയർ? ദെൻ ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പോൾ ബ്രാക്കറ്റിൽ കാണിച്ചു 50,000 രൂപ. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 50,000 രൂപ ആയതുകൊണ്ട് 50,000 രൂപ ബ്രാക്കറ്റിൽ കാണിച്ചു. ദെൻ ആഡ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ക്ലെയിം അല്ലേ, 10,000 രൂപയുടെ സെറ്റിൽമെൻറ്റ് ക്ലെയിം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ദാറ്റ് ഈസ് 10,000 രൂപ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്തു. ദെൻ റീഇൻഷുറൻസ് ക്ലെയിം പെയ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? തന്നെ ആഡ് ചെയ്തു, 20,000 രൂപ ആഡ് ചെയ്തു. ക്ലിയർ? ദാറ്റ് ഈസ് ക്ലെയിം ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആണ്. ദെൻ ലെസ് റീഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ഓർ റിക്കവേർഡ്. എത്രയാണത്? 40,000 തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതിന് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആകെയുള്ള ക്ലെയിമിൻ്റെ ചിലവ് എത്രയാണ്? നെറ്റ് എക്സ്പെൻസ് എത്ര വരും? നെറ്റ് ക്ലെയിം അല്ലെങ്കിൽ നെറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് 8,40,000 rupees. Clear? So 8,40,000 rupees is the net amount of benefits paid. Clear? Or net amount of claim to be shown in the revenue account. ഇങ്ങനെ വേണം ക്ലെയിമിന് ചെയ്യാം അല്ലേ. ഇതിന് തന്നെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ആദ്യം എടുത്ത് എഴുതാം അല്ലേ. ക്ലെയിംസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എടുത്തു, ആഡ് ചെയ്യാനുള്ള ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എടുത്തു, എക്സ്പെൻസസ് ആദ്യം ആഡ് ചെയ്തെടുത്തു, റീഇൻഷുറൻസ് പെയ്ഡ് എടുത്തു. ക്ലിയർ? എല്ലാം മൂന്നും കൂടെ കൂട്ടിയപ്പോൾ 1,30,000 കിട്ടി. 8 lakh പ്ലസ് 1,30,000 ചെയ്തപ്പോൾ 9,30,000 സബ് ടോട്ടൽ എടുത്തു. ക്ലിയർ? ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്. ക്ലിയർ? അത് നോക്കി അത് ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ്. അപ്പോൾ അതിനെ എടുത്തു. അത് അതുപോലെ തന്നെ റീഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് 40,000 രൂപ അതെടുത്തു. രണ്ടും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 90,000 രൂപ കിട്ടി. രണ്ട് ലെസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? 90,000 rupees നമ്മൾ എമൗണ്ട് കോളത്തിൽ നിന്ന് ലെസ് ചെയ്തു അല്ലേ, എഴുതിയിട്ട് ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? സോ വി വിൽ ഗെറ്റ് എ നെറ്റ് ക്ലെയിം എമൗണ്ട് ആസ് 8,40,000. 8,40,000 രൂപ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിലൂടെ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വേണം ഏത് ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 4ഉം അല്ലെങ്കിൽ പ്രീമിയം അതുപോലെ തന്നെ ക്ലെയിംസിൻ്റെ എമൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുക. ക്ലിയർ? ബാക്കിയുള്ളതിനും വരാം കമ്മീഷൻ. ചിലപ്പോൾ ഇതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാകും, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാകും. ഇവിടെ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ലെസ് ചെയ്യുക. അതുപോലെ റീഇൻഷുറൻസിൻ്റെ കമ്മീഷൻ ഉണ്ടാവാം. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ഉണ്ടാവും, കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് ഉണ്ടാവും അല്ലേ. അവിടെ എന്ത് ചെയ്യണം? നമ്മളിവിടെ ചെയ്ത പോലെ തന്നെയാണ്. റീഇൻഷുറൻസ് അക്സെപ്റ്റഡിൻ്റെ കമ്മീഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, റീഇൻഷുറൻസ് സീഡഡിൻ്റെ കമ്മീഷൻ ആണെങ്കിൽ ലെസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ പ്രീമിയം നോക്കിയപ്പോഴും അല്ലേ, അതുപോലെ തന്നെ ക്ലെയിം നോക്കിയപ്പോഴും ഇതേ പാറ്റേൺ തന്നെയാണ് വരിക. എന്താണ് പാറ്റേൺ? തന്നിരിക്കുന്ന എമൗണ്ട് അല്ലേ, ഏതാണെങ്കിലും ശരി, പ്രീമിയം ആണെങ്കിലും ശരി, ക്ലിയർ, അതുപോലെ തന്നെ ക്ലെയിം ആണെങ്കിലും ശരി, അതുപോലെ കമ്മീഷൻ ആണെങ്കിലും ശരി അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇത്രയും ഓർത്താൽ മതി. ക്ലിയർ? ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ക്ലിയർ? പിന്നെ എന്താണ്? റീഇൻഷുറൻസിൻ്റെ കേസാണ് അടുത്തത്. അതിലെന്ത് ചെയ്യണം? റീഇൻഷുറൻസ് അക്സെപ്റ്റഡിൻ്റെ ആണെങ്കിൽ ആഡ് ചെയ്യണം, റീഇൻഷുറൻസ് സീഡഡ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ക്ലിയർ? സോ ആഡ് റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്, ക്ലിയർ, ലെസ് റീഇൻഷുറൻസ് സീഡഡ്. ക്ലിയർ? അത് പ്രീമിയം ആണെങ്കിൽ പ്രീമിയം, ക്ലെയിം ആണെങ്കിൽ ക്ലെയിം, കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ. ക്ലിയർ? ഈ രീതിയിൽ നമ്മളൊരു പാറ്റേൺ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നൊരു ഐറ്റം ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ക്ലിയർ? അതിനോടൊപ്പം എന്തുകൂടെ ചെയ്യണം? ആഡ് റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് ലെസ് റീഇൻഷുറൻസ് സീഡ്. ക്ലിയർ? അപ്പം ഇത്
നമ്മൾ എടുത്തിട്ട് ക്ലെയിംസ് ആണെങ്കിലും ശരി, പ്രീമിയം ആണെങ്കിലും ശരി, കമ്മീഷൻ ആണെങ്കിലും ശരി. ഇപ്പോൾ കമ്മീഷൻ ഞാനിവിടെ പ്രോബ്ലമായിട്ട് തന്നിട്ടില്ല, പക്ഷേ കമ്മീഷൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്മീഷനിൽ ഇതുപോലെ വർക്കൗട്ട് ചെയ്യണം. എങ്ങനെ വർക്കൗട്ട് ചെയ്യണം? തന്നിരിക്കുന്ന കമ്മീഷൻ എമൗണ്ട് എടുക്കണം. ക്ലിയർ? കമ്മീഷൻ പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ക്ലിയർ? ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ. ക്ലിയർ? ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ. Then add commission on reinsurance accepted, less commission on reinsurance ceded. കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്? ദാറ്റ് ഈസ് നെറ്റ് കമ്മീഷൻ. ആ എമൗണ്ട് എവിടെ കാണിച്ചാൽ മതി? നമ്മൾ കമ്മീഷൻ്റെ കേസിൽ കാണിച്ചാൽ, ഷെഡ്യൂൾ നമ്പർ 2 കാണിച്ചാൽ മതി. ക്ലിയർ? ഈ രീതിയിൽ ഓരോന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. റൈറ്റ്? ഇതിൽ നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് പറഞ്ഞിട്ടില്ല. ക്ലിയർ? ചിലപ്പോൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? അത് പ്രീമിയം ആണെങ്കിലും ശരി, ക്ലെയിം ആണെങ്കിലും ശരി, കമ്മീഷൻ ആണെങ്കിലും ശരി. കമ്മീഷൻ കിട്ടില്ല അല്ലേ? കമ്മീഷൻ ഇങ്ങോട്ട് തരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ പ്രീമിയത്തിലോ ക്ലെയിമിലും വരാനുള്ള സാധ്യത ഇല്ല അല്ലേ? അത് കൊടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടാവില്ല. ക്ലിയർ? പ്രീമിയത്തിൽ ചിലപ്പോൾ വരാം, പ്രീമിയം ചിലപ്പോൾ മുൻകൂട്ടി അടയ്ക്കാം. ക്ലിയർ? അങ്ങനെ വരികയാണെങ്കിൽ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരികയാണെങ്കിൽ അല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. എങ്ങനെ ട്രീറ്റ് ചെയ്യും? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താ? ക്ലോസിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് ഈ വർഷത്തേക്കുള്ളതല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ക്ലോസിങ് ഇവിടെ എന്ത് ചെയ്യണം? ക്ലോസിങ് ലെസ് ചെയ്യണം. ക്ലിയർ? ദാറ്റ് ഈസ് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിങ് എമൗണ്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ എന്താണ്? അടുത്ത വർഷത്തേക്കുള്ളതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ പ്രീമിയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ വർഷം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിരുന്നു. അപ്പോൾ ഈ വർഷം എന്തായിരിക്കും? നമ്മുടെ ഈ വർഷത്തേക്കുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ? എനിവേ അങ്ങനെയുള്ളത് തന്നിട്ടില്ല, തരികയാണെങ്കിൽ നമുക്ക് അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് വേണം പ്രീമിയത്തിന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് അവർ കാൽക്കുലേഷൻ ഓഫ് ഷെഡ്യൂൾ നമ്പർ 1 ആൻഡ് ഷെഡ്യൂൾ നമ്പർ 2. ക്ലിയർ? അപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കും, ഷെഡ്യൂൾ നമ്പർ 1ഉം 2ഉം. ഇനി നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാവുന്ന സമയത്ത്, എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഡീൽ ചെയ്യുന്ന സമയത്ത് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത്തരം ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ? നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസിലോ അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണെങ്കിൽ, ക്ലിയർ, ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. പ്രീമിയം അതിൻ്റെ ഷെഡ്യൂൾ നമ്പർ 1 എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഷെഡ്യൂൾ നമ്പർ 2 എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ.